ഇന്ന് നമ്മൾ സെക്ഷനിൽ സംസാരിക്കുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഓർഗണാണ്. പക്ഷെ നമ്മൾ അതിനെ കെയർ ചെയ്യുന്നില്ല. ഒരു രീതിയിൽ നമ്മൾ കെയർ ചെയ്യാത്ത ഒരു ഓർഗനാണ് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഓർഗൻ. ഈ ഓർഗൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ്. എത്ര പേര് കണ്ണിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഫുഡ്സ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നേത്ര സംരക്ഷണത്തിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷെ കണ്ണില്ലെങ്കിലോ എന്താക്കിയോ എന്റെ ബുദ്ധിമുട്ട്. 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നോക്കി അപ്പൊ അറിയാൻ പറ്റും എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കണ്ണിന് വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണിനെ നമ്മൾ പരിചരിക്കണം. പക്ഷെ ആരും തന്നെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാറില്ല. പക്ഷെ വെരി ഇമ്പോർട്ടന്റ് ആണത്. അപ്പോൾ കണ്ണിന് വേണ്ടി നമ്മൾ ന്യൂട്രീഷൻ ഫുഡ്സ് കഴിക്കണം. അതുപോലെ തന്നെ അതിന് വേണ്ട വർക്കൗട്ട്സ് ഉണ്ട്, അത് ചെയ്യണം. ഇതെല്ലാം കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐസൈറ്റ് ഉണ്ടാവത്തുള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ ഐസൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. നോർമലി നമുക്ക് ഒരു കണ്ണിന് ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഡോക്ടർമാരും പറഞ്ഞ എന്താണ്, നിങ്ങൾ സ്പെക്സ് വെക്കാനാണ് പറയണത്. ഒരാൾ പോലും എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്, ആ ഇഷ്യൂ ഇന്ന കാരണത്താണ് വന്നത്, അതിനെ ഓവർകം ചെയ്യാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാവരും തന്നെ സ്പെക്സ് വെക്കാൻ പറയും. തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു പവർ ആയിരിക്കും വെക്കുന്നത്, പിന്നെ അങ്ങ് പോകുന്തോറും പവർ കൂടി കൂടി ലാസ്റ്റ് ഒരു രീതിയിലും കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഐസൈറ്റ് വെക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗനെയും നമുക്ക് വ്യക്തമായിട്ട് നല്ല രീതിക്ക് നിലനിർത്താൻ പറ്റും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ടിട്ടാണ് ഏകദേശം നമ്മുടെ കാഴ്ചകളൊക്കെ മെല്ലെ മെല്ലെ മങ്ങി മങ്ങി തുടങ്ങുന്നത്. ഈ 40 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ അതിനു മുന്നേ ചെയ്ത ഓരോരോ കർമ്മങ്ങളായിരിക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലൂ ലൈറ്റ്, അതായത് ഫോൺ സ്ക്രീന്, കമ്പ്യൂട്ടർ, ടി വി, ലാപ്ടോപ്പ്, ഇതെല്ലാം ഡെയിലി നോക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത്. രാത്രി ഫുൾ ഡാർക്ക്നെസ് ആയിരിക്കും, പക്ഷെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് തന്നെ കണ്ണിന് വലിയ വലിയ ഡാമേജ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇത് കൊടുക്കും. കുട്ടികളൊന്ന് ഒച്ചെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കരയുമ്പോഴോ വാശി പിടിക്കുമ്പോഴോ എല്ലാ കുട്ടികളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ കൊടുക്കുന്ന ഫോൺസ് ആണ്. കുട്ടികളുടെ ഐസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും കപ്പാസിറ്റി ഇല്ല. നമ്മുടെ ഐയുടെ ഉള്ളിലിരിക്കുന്ന ഓരോ സംഭവങ്ങളും അത്ര നമ്മുടെ അത്ര ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കത്തില്ല. വളർന്നു വരുന്ന കുട്ടികളാണ്. തുടക്കത്തിലെ ചെറുതായിട്ട് ഈ ബ്ലൂ ലൈറ്റ് വന്ന് 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 നിങ്ങൾക്കൊരു 40 വയസ്സിന് ശേഷമാണ് നിങ്ങൾക്ക് ഐസൈറ്റ് കുറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് അതിന് മുന്നേ കുറയാൻ തുടങ്ങും. കാര്യം എന്താണ്? ചെറുപ്പം തൊട്ടേ ബ്ലൂ ലൈറ്റ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്യുന്ന നമ്മുടെ കണ്ണിന്റെ ഉള്ളിലൊരു ഓർഗൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, കണ്ണിന്റെ ആരോഗ്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള ന്യൂട്രീഷൻ എടുക്കണം, അതിനുള്ള വർക്കൗട്ട്സ് ഉണ്ട്, അത് ചെയ്യണം. കണ്ണിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ്. മാക്കുലർ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. മാക്കുലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത് റെറ്റിനയുടെ ഒരു പാർട്ടിലിരിക്കുന്ന സംഭവമാണ് മാക്കുലർ എന്ന് പറയുന്നത്. ഒരു നേരത്തെ ഒരു പാളി പോലത്തെ സംഭവമാണ്. ഇതാണ് നമ്മുടെ വിഷൻ ഫോക്കസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ദൂരെയുള്ള സാധനങ്ങൾ കാണാനും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് മാക്കുലർ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു നേരത്തെ ഒരു പാടി പോലത്തെ സംഭവമാണ്. ഇതിന്റെ തിക്നെസ് ആണ് ഇതിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് വെച്ചാൽ മാത്രമാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ. ഇപ്പൊ ചില ആൾക്കാർ പറയും ഷോർട്ട് സൈറ്റ് ആണ്, ലോങ് സൈറ്റ് ആണെന്നൊക്കെ പറയും. ഇതിന്റെ ഹെൽത്ത് കുറഞ്ഞ അനുസരിച്ചിട്ടാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാക്കുലറിന്റെ ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ആയിട്ടുള്ള കണ്ണിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല, മാക്കുലറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിനെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഹെൽത്തി ആക്കേണ്ടത് എങ്ങനെയാണ്, അതിനെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ മാക്കുലർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് കോമ്പൗണ്ട് ആണ്. ലൂട്ടിനും സിയാന്റിൻസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഒരു കോമ്പൗണ്ട് ആണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ മാക്കുലർ പിഗ്മെന്റ്സിനെ ഹെൽത്തി ആക്കി വെക്കുന്നത്. ഈ സംഭവം ഉണ്ടെങ്കിലാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇത് 2 കോമ്പൗണ്ട് ആണ്. ഈ 2 കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മാക്കുലർ പിഗ്മെന്റ്സ് ഹെൽത്തി ആയിരിക്കത്തുള്ളൂ. മാക്കുലർ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ വിഷൻ പ്രോപ്പർ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഈ സാധനം ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മുടെ ശരീരത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെയധികം കുറവാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും യൂസ് ചെയ്താൽ മാത്രമാണ് ഇതിന് വേണ്ട മൈക്രോ മാക്രോ ന്യൂട്രീഷൻസ് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമ്മൾ ചോറ് കഴിച്ചാലും ചിക്കൻ കഴിച്ചാലും ഇതിന് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടത്തില്ല. ഇത് കിട്ടണമെങ്കിൽ ഡെയിലി ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യണം. ഡെയിലി ബേസിൽ പ്രോപ്പർ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് എടുത്താൽ മാത്രമാണ് ഇതിന്റെ ഹെൽത്ത് റെഡി ആവത്തുള്ളൂ. ഈ ഒരു മാക്കുലർ പിഗ്മെന്റേഷന്റെ ഹെൽത്ത് റെഡി അല്ലെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പത്രം വായിച്ചു കഴിയുമ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇതിന്റെ ഹെൽത്ത് താഴ്ത്തോട്ട് പോകുന്നതുകൊണ്ടാണ്. മെയിൻലി 40 വയസ്സിന് ശേഷമാണ്, പക്ഷെ ഇന്നത്തെ കാലത്ത് 40 ഒന്നും അല്ല, അതിന് മുന്നേ തന്നെ ആൾക്കാർക്ക് ഇതിന്റെ ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്ലൂ ലൈറ്റ് നമുക്ക് ശരീരത്ത് ഫിൽട്ടർ ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. സോറി, ശരീരത്തല്ല, കണ്ണിൽ ഫിൽട്ടർ ചെയ്യുന്ന സാധനം കൂടിയാണ് മാക്കുലർ.
നമുക്ക് ഒരു പരിധി വരെയുള്ള ബ്ലൂ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മുടെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരുന്നത്. അതിനും ഈ മാക്യുലർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്ലൂ ലൈറ്റ് വരുന്നത് ഓൾറെഡി സണ്ണിൽ നിന്ന് വരുന്നുണ്ട്, യു വി റേസ് നിന്ന് വരുന്നുണ്ട്, പിന്നെ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്സ്, ടി വി, LED ലൈറ്റ്സ്, അതുപോലെ ഫ്ലൂറസെൻസ് ലൈറ്റ്സ്, ഈ സാധനത്തിൽ നിന്നൊക്കെ ബ്ലൂ ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നോർമലി വൈറ്റ് ലൈറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് ബ്ലൂ ലൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കണ്ണിനാണ് റിഫ്ലക്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ സാധനം ഒരുപാട് നമ്മൾ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തിനെ ഒരുപാട് അധികമായിട്ട് ബാധിക്കും. പക്ഷേ ഇത് ഫിൽട്രേഷൻ നടത്തുന്നത് മാക്കുലാർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ ഫിൽട്രേഷൻ നടക്കത്തുള്ളൂ. ഇനി അതിന് വീക്ക്നെസ് ആണെങ്കിൽ ഇതിന് ഫിൽറ്ററിങ് നടക്കത്തില്ല. നമ്മുടെ കാഴ്ചശക്തിനെ വളരെ കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ബാധിക്കും. അതാണ് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത്. ബ്ലൂ ലൈറ്റ് ഇതൊക്കെ ഉണ്ട്. മാക്കുലാർ ഡീജനറേഷൻ, ഇതാണ് മാക്കുലാർ നമുക്ക് അൺഹെൽത്തി ആയി കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ഇങ്ങനെയാണ് ബാധിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്, ഡ്രൈ ഉണ്ട്, വെറ്റും ഉണ്ട് മാക്കുലാർ ഡിസീസ്. അതായത് നമ്മുടെ മാക്കുലാർ വളരെയധികം വീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഇഷ്യൂ ആണത്. നമ്മുടെ വിഷൻ നോക്കുവാണെങ്കിൽ താഴെ കടുത്തിരിക്കുന്നതായിരിക്കും കാണിക്കും. തുടക്കത്തിലുള്ള വിഷനാണ്, പിന്നീടുള്ളത് അങ്ങനെ കാണിക്കും. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ഫോക്കസ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ബ്ലാക്ക് ഡോട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ണട വെച്ചിട്ട് കാര്യമില്ല. കാര്യം എന്താണ്, നമ്മുടെ വിസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയി. വളരെ തുടക്കത്തിൽ ചെറിയൊരു ബ്ലറായിരിക്കും ഫീൽ ചെയ്യുന്നത്, പിന്നെ ചെറിയായിട്ട് ഒരു പോയിന്റിലായിരിക്കും നമുക്ക് കാഴ്ച തടസ്സമായിട്ട് വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് കയറി വരും, പിന്നെ കംപ്ലീറ്റ് ആ ഒരു പോയിന്റിൽ ബ്ലാക്ക് കളർ ഷെയ്ഡ് ആയിരിക്കും. ഇപ്പൊ കണ്ണിന്റെ മൈക്രോ മാക്രോ ന്യൂട്രീഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡെയിലി ബേസിൽ ഇതുപോലെ ഇലക്കറികളും പച്ചക്കറികളും വെജിറ്റബിൾസും ഇപ്പൊ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഹെൽത്തിനെ വെക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടന്റ് കിട്ടത്തുള്ളൂ. ആ ഒരു കണ്ടന്റ് കിട്ടിയാൽ മാത്രമേ ഡെൻസിറ്റി പ്രോപ്പർ ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് നമ്മുടെ ഐസൈറ്റിനെ ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഡെയിലി കഴിക്കണം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഇനി ഇതാണ് കണ്ണിന് വേണ്ടിയുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം മിനിമം 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ കണ്ണിന് വേണ്ടിയുള്ള വർക്കൗട്ട് ചെയ്യണം. ഇതൊരു എക്സാമ്പിൾ ആണ്, ഒരു 6 വർക്കൗട്ട്. ഇതുപോലെ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. ഓൾറെഡി ന്യൂട്രീഷൻസ് യൂസ് ചെയ്യണം, പ്ലസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാൽ മാത്രമാണ് നമ്മുടെ കണ്ണിനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഓഫീസിൽ നമ്മുടെ സ്ക്രീൻ നോക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ചെയ്തിരിക്കണം. ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു ലൈഫിൽ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ശരിയല്ലേ? എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വളരെ ഇഷ്യൂ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂവിനെ ഓവർകം ചെയ്യാനായിട്ട് ഇത്ര ന്യൂട്രീഷൻ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വർക്കൗട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ ഓവർകം ചെയ്യാനും ഈ മാക്കുലാറിന്റെ ഹെൽത്ത് പ്രോപ്പറായിട്ട് വെക്കാനും വിഷനിലുണ്ടാവുന്ന ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്താലും നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഒക്കുലാർ ഡിഫൻസ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. 100% മാറും എന്നല്ല പറയണത്, മെഡിക്ലെയിം അല്ല പറയണത്. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൂട്ടിനും സിന്താസിനും എന്ന് പറഞ്ഞ കോമ്പൗണ്ടും ഈ പ്രോഡക്റ്റിന്റെ അകത്ത് നല്ല രീതിക്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് നോർമലി നമ്മുടെ ഐസൈറ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പ്രിവെന്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് ഒരുപാട് ടെസ്റ്റിന് ശേഷമാണ് കമ്പനി നമുക്ക് വരുന്നത്. ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. മാക്കുലാർ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടന്റും ഈ പ്രൊഡക്റ്റ് അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബ്ലൂ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യാനുള്ള മാക്കുലാറിന്റെ കപ്പാസിറ്റിനെ കൂട്ടാനും ഈ പ്രൊഡക്റ്റ് വളരെയധികം യൂസേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വേണ്ട വിറ്റമിൻ എയും അതുപോലെ സിങ്കും ധാരാളമായിട്ട് ഈ പ്രൊഡക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അതിന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്, കോപ്പർ ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നുള്ളത്, എപ്പോഴും ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് കണ്ണിനൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ എല്ലാം ഡ്യൂട്ടി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നടക്കുന്നതാണ്. ഒരുപാട് സ്പെക്സ് യൂസ് ചെയ്ത് നമ്മുടെ കാഴ്ച നശിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ കണ്ണിന് വേണ്ടുള്ള കൃത്യമായുള്ള മൈക്രോ മാക്രോ ന്യൂട്രീഷൻസ് ഇപ്പൊ ഡെയിലി ബേസിൽ നമുക്ക് ആ രീതിയിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളും കഴിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. വർക്കൗട്ട് ചെയ്യണത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഒരു 10 മിനിറ്റ് നിങ്ങളുടെ കണ്ണിന് വേണ്ടി വർക്കൗട്ട് ചെയ്യണത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പ്രൊഡക്റ്റ് ഓരോന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഐസൈറ്റിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. വളരെ അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്.